അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോണത് ന്യൂ ഇയർ സെലിബ്രേഷനാണ്. അവിടെ പടക്കമൊക്കെ പൊട്ടും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാം. അതാണോ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗി. ഇത് പ്രത്യേക ലൈറ്റ്, ബഹ്റൈൻ നാഷണൽ ഡേൻ്റെ ലൈറ്റ് മാറ്റി ഇപ്പോൾ നല്ല കളറും ബൾബൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. തണുത്തിട്ടാണെങ്കിൽ വല്ലാത്ത തണുപ്പ്. ഞാൻ ഇറങ്ങൂലായിരുന്നു, പക്ഷെ വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് മാത്രമേ ഇറങ്ങിയത്. നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കാണുന്നതാണ്. പിന്നെ നമ്മൾ ടെറസിലിരുന്നാലും കാണും. അതൊക്കെ ഇപ്പോൾ ഇവിടെ സമയം എത്ര 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ഒരു 11:30 ആകുമ്പോഴത്തേനും ഇങ്ങനെ ഒരു സംഭവമൊക്കെ കാണിക്കും. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതെനിക്ക് അങ്ങനെ പറയണ്ടേന്നറിയില്ല. അപ്പോൾ 11:30 ആകുമ്പോഴത്തേനും അതല്ല, ഫയർ വർക്കിൻ്റെ കാര്യമല്ല, മറ്റേ ആകാശത്ത് ഇങ്ങനെ ഒരു മിന്നി കത്തുന്ന അങ്ങനത്തെ സംഭവമൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കും, ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത്. നല്ല തണുപ്പുണ്ട്. എനിക്ക് ഈ തണുപ്പത്ത് അങ്ങനെ ഇറങ്ങാൻ അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അത് നമ്മൾ കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇതാണ്ടോ ഫുള്ള് ട്രാഫിക്കും തിരക്കും. ന്യൂ ഇയറിൻ്റെ മറ്റേ ഫയർ വർക്ക് കാണാൻ പോകുന്നവരാണ് കേട്ടോ ഇവരെല്ലാവരും. നമ്മളും അവരുടെ പുറകെ പോവാണ്. പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അത്ര തിരക്കായിരിക്കും, ഫുള്ള് തിരക്കായിരിക്കും. അതുകൊണ്ടാണ് പോലീസുകാരൊക്കെ വന്നേക്കണത്. ഞാൻ തിരക്കിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം വീഡിയോ എടുത്തോണ്ടിരുന്ന എന്നെ കാണാണ്ടായിപ്പോൾ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തിട്ട് സാവധാനം വീഡിയോ എടുക്കാം. ഇത് കണ്ടോ കുറേ പ്രാന്തന്മാർ. ആളുകൾ ഫുള്ള് വരണതിനെ കൊണ്ട് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റണില്ല. അവരൊക്കെ ബഹളമാണ്. ഓക്കെ, അതിനിടക്ക് സാബ് ഒരാളുടെ കാലം കയറി ചവിട്ടിയാളെന്ന് ഹിന്ദിയിൽ പറയുകയും ചെയ്തു. എനിക്ക് ഈ തിരക്കാണ് ഭ്രാന്ത് വരണത്. എനിക്ക് ഇങ്ങനെ തിരക്കിലൊന്നും പോകാൻ എനിക്കൊട്ടും ഇഷ്ടമല്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഫ്ലാറ്റിലിരുന്നാൽ തന്നെ വെടിക്കെട്ടൊക്കെ കാണുമായിരുന്നു. ഇപ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ വന്നത്. ഇതായിരുന്നെങ്കിൽ ആ റൂമിൽ തന്നെ ഇരുന്നേനെ. എനിക്കൊട്ടും ഇഷ്ടമല്ല ഇങ്ങനെ തിരക്കിൽ പോകാനായിട്ട്. പിന്നെ അതിന് മുന്നത്തെ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ മോറക്കിലായിരുന്നു. അത് ഇവിടെ നിന്ന് നമ്മൾ തപ്പി പിടിച്ച് വെടഞ്ഞ് ബസ്സൊക്കെ കയറി വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മേ, പിന്നെ ഞാൻ വിചാരിച്ചേ ഇനി ഞാൻ പോകൂല എന്ന്. അത്ര ബുദ്ധിമുട്ടായിപ്പോയി. ഇതിപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് ഇവിടെ അടുത്തായത് കൊണ്ടാണ് നമ്മൾ വരാമെന്ന് വിചാരിച്ചത്. നമ്മളിപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് വീഡിയോസ് എടുക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് വീഡിയോസ്. കണ്ടോ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഹൈറ്റ്. നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ താഴെ കൂടെ പോകുന്ന ഞാൻ കുറച്ചായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് വീഡിയോ എടുക്കാം.
അതുകൊണ്ടാ ഒരുപാട് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കണത്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ എന്താ പറയുക ഒച്ചയിട്ടും ഓലിയിട്ടും ആൾക്കാർ വെറുപ്പിക്കുന്നുണ്ട്. അത് മറ്റേ ഏത് രാജ്യക്കാരാണോന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ വേറൊരു രാജ്യത്ത് ജോലി എടുക്കാൻ വേണ്ടി വരുമ്പോൾ അവിടെ നമ്മൾ കുറച്ച് മാനേഴ്സൊക്കെ കാണിക്കണ്ടേ. അതായത് നമ്മുടെ രാജ്യത്തിനല്ലേ ഇതിൻ്റെ മോശം. വെറുതെ ഓലിയിട്ടും ഒച്ചപ്പാടൊക്കെ എടുത്ത് സ്വന്തം പല്ലിൻ്റെ ഇടയിൽ കുത്തി നാറ്റിക്കരുത്. നമുക്ക് അങ്ങോട്ടേക്ക് ഇതുണ്ടോ, ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, കറക്റ്റായിട്ട് അവിടെ ഒരു കോലും വന്നു. കണ്ടോ, ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അത് വേറൊരു ഐലൻഡാണ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു സ്ഥലമുണ്ട്, ബഹ്റിൻ ബേ എന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോവേണ്ടത്. ഇത് ഇത്രയും തിരക്കിലൊന്നും എനിക്ക് വയ്യ. ഒന്നാമത് എനിക്ക് ഇങ്ങനെ തിരക്കിലൊന്നും ഒട്ടും ഇഷ്ടമല്ല പോകാനായിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്നാലും നമുക്കിത് കാണാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇരുന്നാലും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി, അങ്ങോട്ട് പോകണ്ടായിരുന്നു. അവിടെ ഇതിലും തിരക്കായിരിക്കും കേട്ടോ, ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് വീഡിയോ. ഈ സമയത്താണ് കൂടുതലും ബൈക്കുകൾ ഇവിടെ കാണുന്നത്. അല്ലാണ്ട് നമ്മൾ നോർമൽ ഡേയ്സിലൊന്നും ഇത്രയും ബൈക്കുകളൊന്നും ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല. ഈ സമയത്ത് ഒരുപാട് ബൈക്കും കാര്യങ്ങളും പ്രത്യേക മോഡലിലുള്ള വണ്ടികളൊക്കെ ഉണ്ടാകും. പൊതുനിരത്തിലിറക്കിയിട്ട് പാട്ടും ഒക്കെ ആയിട്ട് അവരവരുടെ രീതിയിൽ അവർ ആഘോഷിക്കുന്നുണ്ടാകും. കാണാൻ നല്ല ഒരു കൗതുകം. നമ്മളിത് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നമുക്കിത് കാണാനൊരു കൗതുകം. അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഓക്കെ, അതാണ്ടോ ആ ബിൽഡിങ്ങിൽ കാണുന്നുണ്ടോ, ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 7 മിനിറ്റോളം, ഒരു 10 മിനിറ്റ് 7-10 മിനിറ്റോളം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതിങ്ങനെ മാറി മാറി പിക്ചറുകൾ വരിക. കണ്ടോ എന്തോരം ആൾക്കാരാണ് നമുക്ക്. നമ്മൾ നേരത്തെ വന്നതിനേക്കാളും കൂടുതലായി, ഇഷ്ടം പോലെ ആൾക്കാർ. എനിക്കിത് കാണുമ്പോൾ ഭ്രാന്ത് കയറും. എച്ച് ബിൽഡിംഗ് എന്നല്ല ശരിക്കും അതിൻ്റെ പേര്. അതിൻ്റെ പേരെന്തോ 4 സീസണൽ ഹോൾ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട. ബഹ്റിനിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ളൊരു ബിൽഡിംഗ് കൂടിയാണ് കേട്ടോ അതിൻ്റെ അത് കാണുന്നത്. ഈ ബിൽഡിങ്ങിനേക്കാളും ഉയരം കൂടുതലാണ്, ഇതിനേക്കാളും ഉയരം കൂടുതലാണ് ഇതെന്തോ സെക്കൻഡാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വരുന്നത് ഉയരം കൂടുതൽ. ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അടുത്ത പിക്ചർ വരിക. അതുവരെ നമ്മൾ ഈ ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണം. അതുണ്ടോ ബിൽഡിങ്ങിലൊക്കെ ഹാപ്പി ന്യൂ ഇയർ എഴുതി വെച്ചേക്കണം. You have any problem to take photo? No. Good photo, good. Okay. Perfect, nice shot. Okay. നമ്മുടെ അടുത്ത് ഒരു ബഹ്റൈനി ഫാമിലി ഉണ്ട്. അപ്പോൾ അവർ പറയാണ് നല്ല ഫോട്ടോസ് എടുക്കാൻ പറയാണ്. ഞാൻ വിചാരിച്ചാൽ അവരുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പറയായിരിക്കും വിചാരിച്ചു. നല്ല ഫോട്ടോസ് എടുക്കാൻ അവർ പറയുന്നത്. എന്തോരം ആൾക്കാരാണ്. എനിക്കിത് ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോഴാണ് ഇത് ഭയങ്കര ഒരു ഇത്. ഇനിയിപ്പോൾ അടുത്ത ഫോട്ടോ വരുമ്പോൾ ഞാൻ എടുക്കാം. എനിക്ക് കൈ പിടിച്ചിട്ട് നോക്കിയിരിക്കുന്നു. അതാ തുടങ്ങാറായി, 58ആയി ബിൽഡിങ്ങിൽ. ഒന്ന് കാണാൻ
ആൾക്കാരിപ്പം ഇങ്ങനെ കൂവിയേ ഇങ്ങനെ കുറേ ഭ്രാന്തന്മാർ വെറുതെ ഞാൻ വിചാരിച്ച് എന്തോ കാണിക്കുന്നുണ്ട്. ആണ്ട ഈ ബിൽഡിങ്ങില് ന്യൂ ഇയർ, അപ്പുറത്തെ ബിൽഡിങ്ങില് ന്യൂ ഇയർ ഉണ്ട് കേട്ടോ, ഇപ്പുറത്തെ ബിൽഡിങ്ങില് ഇയറുണ്ട്. എവിടെ വേണ്ട വേണ്ട ഇവിടെ തന്നെ ഇരുന്നാ മതി. അതാ അതാ പൊട്ടി. പൊട്ടിയപ്പോ ചുറ്റിനും പൊട്ടിയപ്പോ അതൊക്കെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഈ ബിൽഡിങ്ങിൽ ഇങ്ങനെ പൊട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പൊട്ടുന്നത്. ഓ ഞാൻ അവിടേക്ക് എടുക്കും ഈശ്വരന്മാരെ. എന്നാലും ഇത് സെറ്റ് ചെയ്തൂലേ, നല്ല ഭംഗിയുണ്ട്. അതൊക്കെ അതെടുക്ക്, ഞാനതെടുക്കാം. ഞാൻ ഒന്നും എടുക്കാം. 8 സ്ഥലത്തായിട്ടാ പൊട്ടണെന്നാ പറഞ്ഞത്. ആ വലിയ അതാ പറഞ്ഞ എടുക്കണം. ഇവിടെ നല്ലോണം പൊട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് അവിടെയൊക്കെ പോയി ഞാൻ എടുക്കും ഈശ്വരന്മാരെ. നീ ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. അവിടെ കഴിഞ്ഞു. വീഡിയോ എടുക്ക്, ഫോട്ടോ. അതെടുക്ക്, ഇത് ഞാൻ എടുക്കുന്നുണ്ട്. ഫയർ വർക്സ് കൂടുതലല്ല. മറ്റേ ആകാശത്ത് ഡ്രോണിന്റെ ഇതുണ്ടല്ലോ, അത് ഇപ്രാവശ്യമില്ല കേട്ടോ. അത് ഇപ്രാവശ്യമില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം എടുത്താണ് ഞാൻ ഡിലീറ്റ് ചെയ്തത് ഫോണിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇവര് ഒരുപാട്
അയ്യോ നമുക്ക് വീട്ടിലിരുന്നെങ്ങാനും വീഡിയോ എടുത്താൽ മതിയേ അല്ലേ, വെറുതെ ഇവിടത്തോളം വന്നു. അല്ല ഈ ബിൽഡിങ്ങിൻ്റെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നാലും കാണാമല്ലോ അല്ലേ. അവിടെ ആ ബിൽഡിങ്ങിലല്ലേ. ഇങ്ങനൊരു സംഭവം എൻ്റെ ഫോണിലുണ്ടായിരുന്നു, നേരത്തെ എനിക്കറിയാമ്പോഴാണ്ടായി പോയത്. തട്ടല്ലേ കുഞ്ഞുമോനെ, എൻ്റെ കൈ എന്നാലും ഈ ബിൽഡിംഗ് ഇപ്രാവശ്യം കത്തിച്ചത് അടിപൊളിയായിട്ടാ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, ന്യൂസിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മുടെ ബുർജ് ഖലീഫിൽ കത്തണ പോലെ അല്ലേ. വഴി വെട്ടി ചാലാക്കി രണ്ടും കൂടി ഇങ്ങോട്ടേക്കായിരിക്കും പോകും. ആ കഴിയാറായി തോന്നുന്നു. സൂപ്പർ സൂപ്പർ. അപ്പോൾ എല്ലാവർക്കും പറയാനും സമ്മതിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എന്താ ആ അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സി യു. എല്ലാം കഴിഞ്ഞ് പോയപ്പോഴാണ് അവരെന്തോ കാണിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ സംഭവം. ഇത് കാണാ സാർ ഡ്രോണ്. ഇതെങ്ങനെ ഇവർ കാണിക്കണത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ പുറത്തേക്ക് കാണിക്കാൻ തപ്പിത്തടഞ്ഞ് വീഴണം. അമേ എന്നൊന്നും പൊക്കോ സാർ കയറ്റോ. ആ ഞാൻ എവിടെ വീഡിയോ എടുത്താൽ ഈ കമ്പ് ഓരോരോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ആകാശത്ത് ഇങ്ങനെ ഒരു സംഭവം. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് ഒരു ധാരണയൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ ഇങ്ങനെ ഇത് ഫസ്റ്റായിരുന്നു ആദ്യം കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അതായത് ഇത് പടക്കം പൊട്ടണേക്കാളൊക്കെ മുന്നേ അപ്പോഴാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം കഴിഞ്ഞപ്പോഴാണ് കാണിക്കണം. ആ തണ്ടന്മാർ കിട്ടുന്നില്ല ഒരാൾ ഇങ്ങനെ നടന്നു പോവാൻ. ഇപ്പോൾ തിരക്കിന്ന് വന്നപ്പോൾ എന്തൊരു സമാധാനം മനുഷ്യന്. അത് ബഹ്റൈനിലും ഫസ്റ്റ്
ഇവിടെ ഓയിൽ കണ്ടുപിടിക്കണക്കാരും മുന്നേ ബഹ്റൈനിലുള്ള ആൾക്കാർ ഉപജീവന മാർഗമായിട്ടും പിന്നെ ഇവരുടെ വരുമാന മാർഗം എന്ന് പറയണത് മറ്റേ മുത്തില്ലേ, ചിപ്പി, പേഴ്സ്, അത് കടലിൽ നിന്ന് എടുത്തിട്ട് അത് വിറ്റിട്ടുള്ള ഇതായിരുന്നു ബഹ്റൈനിലെ ഫസ്റ്റ് വരുമാനം. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇവിടെ ഒരുമിക്ക സ്ഥലത്തും ഇവർ മറ്റേ ബോട്ടും ഓട്ടോ ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിന് ശേഷമാണ് ഇവർ ഓയിൽ കണ്ടുപിടിച്ചതും പിന്നെ അതിൽ നിന്നും വരുമാനം ഇവർക്ക് കിട്ടാൻ തുടങ്ങിയതും. അപ്പോൾ ഫസ്റ്റ് ഇവരുടെ വരുമാന മാർഗം അതായിരുന്നല്ലോ, കടൽ മാർഗം അല്ലെങ്കിൽ കപ്പൽ, ഇതിലൊക്കെ അത് തന്നെ കൂടുതൽ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. സംഭവം മനസ്സിലായില്ലേ? ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ടൊന്നാണ് കേട്ടോ. അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ എന്തോ കാണിക്കണ്ടല്ലേ, എന്തോ ഓരോ നെന്തിപ്പുണ്ട് കടലിൽ കൂടി. അതും കടലിൻ്റെ അടി തന്നെയാണ് കാണിക്കുന്നത്. സംഭവം ഇവരുടെ ഫസ്റ്റ് കണ്ടോ, ചിപ്പി മുത്ത് കണ്ടോ, ഇതായിരുന്നു ഇവരുടെ ഫസ്റ്റ് വരുമാന മാർഗം. ഇതിൽ നിന്നായിരുന്നു ഇവർക്ക് ഇതായിരുന്നു ഉപജീവന മാർഗം ഇവരുടെ ഫസ്റ്റത്തെ. ബഹ്റൈൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇതായിരുന്നു. പിന്നീടാണ് ഇവർക്ക് ഓയിൽ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചതും അതിൽ നിന്ന് വരുമാനം കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ അതിനോടുള്ള ഒരു ആദരവ് അങ്ങനെ വേണമെങ്കിൽ പറയാം, കാരണം ഇങ്ങനെ പറയണമെന്ന്. അതിനോട് സംബന്ധിച്ചിട്ടാണ് ഈ സംഭവം ഇങ്ങനെ കാണിക്കുന്നത്. പപ്പാനി കുതിരപ്പുറത്ത് അല്ലല്ലോ എന്തത്, ഫോർട്സി. നേരത്തെ എങ്ങാനും ഇവിടെ വന്നിരുന്നാൽ മതിയായിരുന്നു, വെറുതെ തിക്കും തിരക്കിലും പോയിരുന്നു. പോയ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെ സ്റ്റക്കായി പോയി. ഇവിടെ ഒരു വണ്ടി ആക്സിഡൻ്റായി സുഹൃത്തുക്കളെ, അത് ഞാൻ പിന്നെ കാണിച്ചുതരാം. ആക്സിഡൻ്റ് ഒന്നുമല്ല, വണ്ടി എടുത്ത് വെക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വവ്വാലാണെന്ന്. പാവം കണ്ടോ, അതവിടെ കാണിക്കട്ടെ. ഇത് കണ്ട, ഇവിടെ വേറൊരു പ്രദർശനം. അയ്യോ, ഇത് നിങ്ങളിങ്ങനെ വീട്ടിൽ പോകുന്നാവോ? ഇത് നല്ല ഭംഗിയുണ്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. പക്ഷെ ഇതെങ്ങനെ ഇവരിങ്ങനെ കാണിക്കണമെന്നാണ് ഞാൻ ആലോചിക്കണത്. എന്തുമ്മ എങ്ങനെ ഇവർ കാണിക്കണത് ഈ ലൈറ്റൊക്കെ? ദൈവമേ, റോഡ് പൊളിക്കണം വണ്ടി എടുക്കാൻ. എന്നാലും വണ്ടി എങ്ങനെ ഇങ്ങാട് വന്നു? ഇതാണ് ബഹ്റിൻ്റെ മാപ്പാണ്. മാപ്പായിരിക്കും. അതുകൊണ്ട് അവിടെ മിന്നാമിന്നി പോലെ ഡ്രോണൊക്കെ പറത്തുന്നുണ്ട്. പൊളിപ്പിച്ചളഞ്ഞ മനുഷ്യനാ. പോയി റോഡില്ലേ?
നല്ല ഭംഗി. എന്താന്നാവും ഇത്? എന്തോ ട്രെയിനാ, പാമ്പാ. ഇതെന്താ കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പറച്ചിലായിട്ടാ ഞാൻ ബാക്കിയെല്ലാം മനസ്സിലായതാ. കുറച്ചൊക്കെ മനസ്സിലായി, കുറച്ചൊന്നും മനസ്സിലായിട്ടില്ല. ഇത് മറ്റേ റേസിംഗ് കാർ, അവരുടെ ഏകദേശം റെഡിയായി, അവർ പോയി. പക്ഷെ അങ്ങോട്ടേക്ക് വഴിയില്ല. പോയി. അതിൻ്റെ അടിയിൽ കാണുന്നു. ഇതെന്താ സംഭവം? ഇപ്പം ഈ കാണിച്ചത് ആർക്കൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ, ബഹ്റൈനിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് പറയണേ. അടുത്തിരിക്കുന്ന ഒരു ബഹ്റൈനി ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെന്താണ് ഇതെന്താണെന്നൊക്കെ. എന്താണ് എന്ത്? സെലിബ്രേറ്റ് ബഹ്റൈൻ. കഴിഞ്ഞു എന്ന് തോന്നണം. പുറകിലിരുന്ന് സാബ് ഫോണ് പൊക്കി പിടിക്കുന്ന വേണ്ട, കൈ അഴിച്ചിട്ട് ചെയ്യാം. ഹാപ്പി ന്യൂ ഇയർ 2026. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി. കഴിഞ്ഞ പ്രാവശ്യം അല്ല, കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ വീണ്ടും ഇങ്ങനെ ഒരു ഇത് കാണിച്ചത്. അപ്പോൾ വീണ്ടും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഇത് കഴിഞ്ഞിട്ട് അതിന് മറ്റേ അറബിയിൽ എഴുതി കാണിക്കുന്നു. എൻ്റെ ബാക്കിലിരിക്കുന്ന ഒരു ബഹ്റൈനി ഇങ്ങനെ പറയുന്നുണ്ട് എന്താ സംഭവം. കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടികളിങ്ങനെ ചോദിക്കുമ്പോൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല, അറബിയിലെ പറഞ്ഞു കൊടുക്കുക. കൈയൊക്കെ തണുത്തിട്ട് ചെയ്യാം, ഫോണും പിടിച്ചിങ്ങനെ ഇരുന്നിട്ട്. അത് നല്ല ഭംഗിയുണ്ടല്ലോ, അതിങ്ങനെ താന്നു പോണ കാണാനായിട്ട്. ശരിക്കും എന്താ സംഭവം ഇത്? എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവാണ് തോന്നുന്നത്. ലൈറ്റുകൾ ഇതെന്ത് സംഭവം? എനിക്ക് എന്താ ഈ സാധനം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക്. എങ്ങനെയാണിത് ഇവരിങ്ങനെ ആകാശത്ത് ഇങ്ങനെ കാണിക്കണത്? നല്ല ഭംഗിയുണ്ട്. സാബ് അത് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിക്കോട്ടെ, എന്നിട്ട് വരാം. നാളെ ഇപ്പം എല്ലാവർക്കും അവധിയാണ്. ബഹ്റൈൻ എല്ലാവർക്കും അവധിയാണ്, നമുക്ക് അവധിയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ലേറ്റായിട്ട് പോയി കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ.
കണ്ടോ അത് അന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. അത് നക്ഷത്രം പോലെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നക്ഷത്രം പോലെ ഉണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നക്ഷത്രത്തിൻ്റെ ഒക്കെ ഒരു ഷേപ്പ് പോലെ. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യാണ് 2026. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ ബൈ.